പ്രൈസ് ദി ലോർഡ്. ഈ പഴയ നിയമം പുതിയ നിയമം എന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്തയിൽ എന്താണ് ഓടി വരുന്നത്? ബഹുഭൂരിപക്ഷം വരുന്ന ജനത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നത് വിശുദ്ധ ബൈബിളിന് രണ്ടായി തിരിച്ചിരിക്കുന്നു. അതിൻ്റെ ആദ്യ ഭാഗത്ത് 39 പുസ്തകങ്ങൾ അടക്കം ചെയ്തിരിക്കുന്ന ആ ഭാഗത്തെ പഴയ നിയമമെന്നും, രണ്ടാം ഭാഗമായിട്ട് 27 പുസ്തകങ്ങൾ അടക്കം ചെയ്തിരിക്കുന്ന ആ ഭാഗത്തെ പുതിയ നിയമമെന്നും വിളിക്കുന്നതെന്നാണ്. അത് ഒരർത്ഥത്തിൽ ശരിയാണെങ്കിലും അതല്ല അതിൻ്റെ ഉദ്ദേശം, അതല്ല അതിൻ്റെ അർത്ഥം, പൂർണ്ണമല്ലത്. എന്നാൽ കൃത്യമായി പറഞ്ഞാൽ പഴയ നിയമം പുതിയ നിയമം എന്നുള്ളതിനേക്കാൾ പഴയ ഉടമ്പടി എന്നും പുതിയ ഉടമ്പടി എന്നും ഉള്ളതാണ് ശരിയായി പറയുക. ഓൾഡ് കവനൻറ്റ് ആൻഡ് ന്യൂ കവനൻറ്റ്. പൗലോസ് പറയുന്നത്, നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകന്മാർ ഒരു പുതിയ ഉടമ്പടി എന്നുള്ളതാണ്. നമ്മൾ ചിന്തിക്കുന്ന വിഷയത്തിൻ്റെ പേര് പുതിയ ഉടമ്പടി, അല്ലെങ്കിൽ ഈ പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷകന്മാർ എന്നൊക്കെ പറയാം. കൊരിന്ത്യർ ലേഖനത്തിൽ 2 കൊരിന്ത്യർ 3:6 നാം വായിക്കുന്നത്, അവൻ ഞങ്ങളെ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകന്മാരാക്കി. അക്ഷരത്തിൻ്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിൻ്റെ ശുശ്രൂഷകന്മാരത്രേ. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. സോ വി ആർ ദ ഏബിൾ മിനിസ്റ്റേഴ്സ് ഓഫ് ദി ന്യൂ കവനൻറ്റ്. നാം പുതിയ ഉടമ്പടിയുടെ പ്രാപ്തന്മാരായ ശുശ്രൂഷകന്മാരത്രേ എന്നാണ് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്. നമ്മൾ കഴിഞ്ഞ 2 ദിവസവും ചിന്തിച്ചത് കൊരിന്ത്യർക്ക് എഴുതിയ 2 കൊരിന്ത്യർ 4:1 ഈ വാക്യത്തിന് 2 ഭാഗങ്ങളുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകയാൽ എന്ന ആ ഒരു വാക്യത്തിന് the first part is as we have received mercy. അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട്. The same word, first word. Second part is since we have this ministry. രണ്ടാം ഭാഗം ഈ വാക്യത്തിൻ്റെ, ഒന്നാം വാക്യത്തിൻ്റെ ഈ ശുശ്രൂഷ ഉണ്ടാകുക. അപ്പോൾ ഒന്നാം വാക്യത്തിൻ്റെ രണ്ടാം ഭാഗം പറഞ്ഞിരിക്കുന്നത് ഈ ശുശ്രൂഷ, ദിസ് മിനിസ്ട്രി, therefore we have being ministry. അതുകൊണ്ട് നാം ശുശ്രൂഷയിലായിരിക്കുന്നു. എൻ്റെ ചോദ്യം, the question is, what is ministry? Answer is in the 3rd chapter. നാം വായിച്ചത് 3:6, the new covenant ministry, പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷ. Every time and every minutes you are live as the new covenant minister. നാം ഓരോ നിമിഷവും ജീവിക്കുന്നത് പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷകന്മാരായിട്ടാണ്. നിങ്ങൾ ഒരു പക്ഷേ ആരായിരുന്നാലും പുതിയ ഉടമ്പടി പറയുന്നു, ഐ നോ ഗോഡ്, എനിക്ക് ദൈവത്തെ അറിയാം. അപ്പോൾ ദൈവമായിട്ടുള്ള ഒരു അഭേദ്യ ബന്ധത്തിലേക്ക് ഒരു ശുശ്രൂഷകൻ വരുന്നു. അങ്ങനെ അവന് ശുശ്രൂഷകനായി തീരുവാൻ കഴിയത്തുള്ളൂ. യേശു എൻ്റെ പാപം മോചിച്ചു. ഒരു മനുഷ്യനും ഒരു മതത്തിനും ഒരു ഇസത്തിനും ഒരു വ്യക്തിക്കും കഴിയാത്തത് തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക്, സാക്ഷാൽ ദൈവം തമ്പുരാൻ മനുഷ്യവേഷത്തിൽ ഭൂമിയിൽ അവതരിച്ചു. എത്ര അത്ഭുതകരമായിരിക്കുന്നു! ഞാൻ നീതിമാനായിരിക്കുന്നു, ഞാൻ ദൈവ പൈതലായിരിക്കുന്നു. എങ്ങനെ? ഇറ്റ്സ് ബിക്കോസ് ഓഫ് ഹിസ് മേഴ്സി. ഹല്ലേലൂയ. അവൻ്റെ കൃപയാൽ, അവൻ്റെ കരുണയാൽ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ആമേൻ പൗലോസ് പറയുന്നത്, സോ ദ കൺവേർഷൻ ഓഫ് ദ സോൾ വാസ് ഫോർ മേഴ്സി. ആകയാൽ ശൗലിൻ്റെ മാനസാന്തരം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കരുണയാലത്രേ. അവൻ പാപികളിൽ ഒന്നാമൻ. അപ്പോസ്തല പ്രവൃത്തി 8 സഭയെ ഉപദ്രവിച്ച് മുടിച്ചവൻ, മുമ്പേ ദൂഷകൻ, ഉപദ്രവി, നിഷ്ഠൂരൻ ആയിരുന്നു, എങ്കിലും എനിക്ക് കരുണ ലഭിച്ചു. ഹല്ലേലൂയ. അപ്പോൾ പൗലോസ് പറയുകയാണ്, ഞാൻ ഈ പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷകനായിരിക്കുന്നത് ദൈവത്തിൻ്റെ കരുണയാലാണ്. ഹല്ലേലൂയ. നാം കഴിഞ്ഞ ദിവസം ആ കരുണ എന്ന പദത്തെക്കുറിച്ച് വിശാലമായ അർത്ഥത്തിൽ ചിന്തിപ്പാനിടയായി തീർന്നു. അതിൻ്റെ എബ്രായ ഭാഷയിൽ നിന്നുള്ള ഹീബ്രു വേർഡ് എടുത്ത് അത് അനലൈസ് ചെയ്ത് അതിൻ്റെ അർത്ഥവും നമ്മൾ കണ്ടെത്തിയിരുന്നു. അതിങ്ങനെയാണ്, ഹോഡുല യഹോവ കീറ്റൗ കിലേ ഒലാം ഹാസ്ഡോ. അർത്ഥം, give thanks to God that he is good because his mercy is forever.
ഫോർ എവർ ഈസ് ഹിസ് മേഴ്സി. നാം കഴിഞ്ഞ ദിവസം അത് ചിന്തിച്ചതാണ്. അതിൻ്റെ അർത്ഥം ദൈവത്തിന് നന്ദി കരയേറ്റുവിൻ, അവൻ നല്ലവനാകുന്നു, എന്തുകൊണ്ടെന്നാൽ അവൻ്റെ കരുണ എന്നേക്കും ഉള്ളതാകുന്നു. സോ therefore since we have this ministry as we have received mercy, അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷയുണ്ടായി. ആകയാൽ അനന്തമായ ദൈവ കരുണയാലാണ് ആമേൻ നമുക്ക് ഈ ശുശ്രൂഷ ലഭിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിട്ടുള്ളത്. അതുകൊണ്ട് തീമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ 1-12 വേദഭാഗത്ത് ഇങ്ങനെ പറയുകയാണ് പൗലോസ്, വിശ്വസ്തനെന്ന് എണ്ണി ഈ ശുശ്രൂഷ ഫലമേൽപ്പിച്ചു. അല്ലേ? എനിക്ക് ശക്തി നൽകിയ യേശുക്രിസ്തു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തനെന്ന് എണ്ണി ശുശ്രൂഷയ്ക്കാക്കിയത് കൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. ഈ ദൈവദാസന്മാരെ ഹല്ലേലൂയ, നമ്മൾ ശുശ്രൂഷയിലായിരിക്കുന്നത് ഏതെങ്കിലും ഒരു മുഖ്യധാര സഭയുടെ ശുശ്രൂഷനായിട്ട് വിളിക്കപ്പെട്ടത് കൊണ്ടല്ല എന്ന് നമ്മൾ ഒന്നാമത് മനസ്സിലാക്കണം. അതുപോലെ നമ്മെ ഈ ഭൂമിയിലുള്ള ആരുമല്ല വിളിച്ചത്. നമ്മെ ശുശ്രൂഷയ്ക്ക് ദൈവം വിളിച്ചപ്പോൾ നാം ശുശ്രൂഷയുടേതായ ഇപ്പോഴത്തെ സാഹചര്യങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ നാം ചില സംഘടനകളോട് ചേർന്ന് നിന്നുകൊണ്ട് കർത്താവിൻ്റെ വേല, ഈ ശുശ്രൂഷ ഭംഗിയായി ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ശുശ്രൂഷയ്ക്ക് വിളിച്ചവൻ കർത്താവാണ്, സർവശക്തനായ ദൈവം തമ്പുരാനാണ്. ആ ദൈവത്തിൻ്റെ ശ്രേഷ്ഠമായ മഹാദൈവത്തിൻ്റെ ശുശ്രൂഷകന്മാരാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. ഇന്ന് പലർക്കും അതില്ല. കാരണം അവർ മസിൽ പിടിക്കുക, പല കാര്യങ്ങളുടെ ഉള്ളിൽ നേതൃത്വത്തോട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. ഇതൊക്കെയും എന്തുകൊണ്ടാണെന്നറിയുമോ? അവരുടെ വിളിയും തിരഞ്ഞെടുപ്പും അവർക്ക് നിശ്ചയമില്ല. അവരെ വിളിച്ചത് IPC ആണെന്നോ അല്ലെങ്കിൽ ചർച്ച് ഓഫ് ഗോഡ് ആണെന്നോ, ഞാൻ പറയുന്ന പേര് പറയുന്നതിൽ തെറ്റിദ്ധരിക്കരുത്, ഏതെങ്കിലും ഒരു മുഖ്യധാര സഭയോ സ്വതന്ത്ര സഭകളോ ആണെന്നോ നമ്മൾ ചിന്തിക്കരുത് ഒരു കാരണവശാലും. ഞാൻ 2 പേരങ്ങ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. നമ്മെ വിളിച്ചത് കർത്താവാണ്, കർത്താവിനോടാണ് നമ്മുടെ ആവലാതികൾ, കർത്താവിൻ്റെ ശുശ്രൂഷകരാണ് നാം. കർത്താവ് നമുക്ക് വേണ്ടതെല്ലാം കരുതും. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞിട്ടോ ആരോട് ഈ ഭൂമിയിലുള്ള ഒരു വ്യക്തിയോടും നിൻ്റെ ശുശ്രൂഷ സംബന്ധമായിട്ടുള്ള ഏത് കാര്യങ്ങളും പറഞ്ഞിട്ട് അതിന് 100% ഒരിക്കലും ഒരു വിടുതൽ ലഭിക്കുകയില്ല, മറുപടി കിട്ടത്തില്ല. കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ചാൽ മാത്രമേ ഒക്കത്തുള്ളൂ. അതുകൊണ്ട് കാരണം നമ്മളെ ഏൽപ്പിച്ചത്, നമ്മളെ പലരും അവിശ്വസ്തനാണെന്നോ അവന് കൊള്ളാത്തവനാണെന്നോ അതിന് അർഹത ഇവനെ ആരാ ശുശ്രൂഷയ്ക്കാക്കിയതെന്നോ ഒക്കെ ചിന്തിക്കും, ഒക്കെ പറയും, പരിഹസിക്കുകയും. പലരെക്കുറിച്ചും എൻ്റെ സാന്നിധ്യത്തിൽ പലരും പറയുന്നത് ഈ ദീർഘവർഷങ്ങളുടെ പരിചയത്തിൻ്റെ വെളിച്ചത്തിൽ എനിക്കറിയാം. അപ്പോൾ അവരുടെ ചിന്ത അവർക്ക് മാത്രമേ ഇതൊക്കെ പറ്റത്തുള്ളൂ, അവരെയാണ് കർത്താവ് വിളിച്ചിരിക്കുന്നത്, കർത്താവിൻ്റെ മരുമകനാണെന്നുള്ളൊരു ചിന്തയൊക്കെയാണ് അവർക്കുള്ളത്. എന്തോ എനിക്കറിഞ്ഞുകൂടാ. ഇത് മനുഷ്യനല്ല വിളിച്ചിരിക്കുന്നത്, ദൈവമായി ശുശ്രൂഷയ്ക്ക് വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ശുശ്രൂഷ നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. വിശ്വസ്തരായിട്ട് നമ്മളെ കണ്ടതുകൊണ്ട്. മറ്റുള്ളവർ നമ്മളെ അവിശ്വസ്തരായിട്ടായിരിക്കും ചിലപ്പോൾ കണ്ടിരിക്കുന്നത്. പക്ഷേ ദൈവം നമ്മളെ കാണുമ്പോൾ അവൻ്റെ ദൃഷ്ടിയിൽ നാം വിശ്വസ്തരായതുകൊണ്ടാണ് നമ്മെ തിരഞ്ഞെടുത്തത്. നീ വിശ്വസ്തയോടെ ചെയ്യുമെന്നുള്ള ബോധ്യം കർത്താവിനുള്ളത് കൊണ്ടാണ് അവൻ നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യം പ്രിയ സഹോദരന്മാരെ നാം മറന്നു പോകരുത്. ദ ക്വസ്റ്റ്യൻ ഈസ് വിച്ച് ആൻഡ് വാട്ട് മിനിസ്ട്രി. ഹല്ലേലൂയ. അത് 3-ാം അധ്യായം 6-ാം വാക്യം നമ്മൾ 2 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷകർ. അവൻ ഞങ്ങളെ പുതുനിയമത്തിൻ്റെ ശുശ്രൂഷരാകുവാൻ പ്രാപ്തരാക്കി. ഹി മെയ്ഡ് അസ് ദ ഏബിൾ മിനിസ്റ്റേഴ്സ് ഓഫ് ദി ന്യൂ കവനൻറ്റ്. ഓരോ നിമിഷവും നാം ആയിരിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ ചിന്തിക്കണം. മറന്നു പോകരുത്. പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകന്മാരായിട്ടാണ്. ഹല്ലേലൂയ. നീ ആരായിക്കൊള്ളട്ടെ, നീ ഏത് തലത്തിലുള്ളവനായിക്കൊള്ളട്ടെ, ഏത് വർഗത്തിലുള്ളവനായിക്കൊള്ളട്ടെ, മനുഷ്യവർഗത്തിലാണല്ലോ അല്ലേ, ഏത് മതത്തിൽ നിന്ന് വന്നതായിക്കൊള്ളട്ടെ, ഏത് നിറത്തിലുള്ളവനായിക്കൊള്ളട്ടെ, ഏത് രാജ്യക്കാരനായിക്കൊള്ളട്ടെ, ഏത് ഭാഷക്കാരനായിക്കൊള്ളട്ടെ, ആർക്കും ഒരു വ്യത്യാസവുമില്ല. ഹല്ലേലൂയ. കർത്താവാണ് നമ്മെ വിളിച്ചാക്കിയിരിക്കുന്നത്. പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകന്മാരാണ്, പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷകന്മാരാണ് എന്നുള്ള ഒരു ചിന്ത നമ്മെ എപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കണം. ഓരോ നിമിഷവും ശുശ്രൂഷയാണ്, നാം ശുശ്രൂഷകനാണ് എന്ന് ഇന്ന് അനേകരും പറയുമെങ്കിലും ചെയ്യുന്നതെല്ലാം ശുശ്രൂഷയുമായി യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ്. പാസ്റ്റർ അല്ലേ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷോപ്പിൽ ചെന്നപ്പം ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രിൻസിപ്പൾ അവിടെ ഇരിക്കുക. പാസ്റ്ററെ കണ്ടിട്ട് കുറേ നാളായല്ലോ,
അപ്പോൾ ഈ ഒരു പാസ്റ്ററുടെ പേര് പറയും, ഇന്ന പാസ്റ്റർ എപ്പോഴും കാണാറുണ്ട്. കാരണം പുള്ളി എപ്പോഴും ആ റൂട്ടിലുണ്ട്. പുള്ളി പാസ്റ്ററൽ ശുശ്രൂഷയല്ല, ആൾക്കാരെല്ലാം പാസ്റ്റർ എന്നാണ് വിളിക്കുന്നത്, പേര് പാസ്റ്റർ എന്ന്. ഞാൻ ആ പേര് പരാമർശിക്കുന്നില്ല, പലർക്കും അത് ഉടനെ മനസ്സിലാകും. ഞാൻ അദ്ദേഹത്തോട് നേരിട്ട് പറയാറുണ്ട്. എല്ലാവരും പുള്ളി ആയിരിക്കുന്ന ജോലിയിലൊക്കെ പാസ്റ്ററെ വിളിക്കുക, പാസ്റ്റർ എന്താ പുള്ളി ചെയ്യുന്ന ഡ്യൂട്ടിയാണ്, ആ ഭാഗം ഞാൻ വിടുക. യേശുവും അപ്പോസ്തലന്മാരും ചെയ്യാത്തതും ചെയ്യുവാൻ ആവശ്യപ്പെടാത്തതും കർത്താവ് പോലും ചിന്തിക്കാത്തതുമായവയൊക്കെയാണ് ഇന്നത്തെ ശുശ്രൂഷകർ ചെയ്യുന്നത്. കാരണം അവർക്ക് എന്താണ് ശുശ്രൂഷ എന്നറിയത്തില്ല, തങ്ങൾ എന്തിൻ്റെ ശുശ്രൂഷകരാണെന്നും അവർക്കറിയത്തില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. ചിലർ ഇന്ന് എനിക്ക് ഒരിടത്ത് പോകണം, എന്തിനു പോവുക? ശുശ്രൂഷയ്ക്ക് പോവുക. എന്താ ശുശ്രൂഷ? ഒരു വാക്യം വായിക്കും, ആ വാക്യമായിട്ട് യാതൊരു പുലബന്ധവുമില്ലാത്ത കുറേ കാര്യങ്ങൾ പറയും, കുറേ കർത്താവിൻ്റെ പേരിൽ സുവിശേഷത്തിൻ്റെ ചെലവിൽ തന്നെത്താൻ ഉയർത്തും. ഞാൻ അവിടെ ചെന്ന് അങ്ങനെ ചെയ്തു, ഞാൻ പണ്ടങ്ങനെ ചെയ്തു. പിന്നെ നിന്നെ അനുഗ്രഹിക്കാൻ പോകുക, ഗൾഫിൽ അയക്കാൻ പോകുക, ഒരു പ്ലെയിൻ കാണുന്നു, ഒരു തണുപ്പുള്ള സ്ഥലം ഞാനിങ്ങനെ ദർശനത്തിൽ കാണുന്നു, ഒരു പുതിയ വാതിൽ നിനക്ക് വേണ്ടി ഇങ്ങനെ തുറന്നിരിക്കുകയാണ്. ഇതൊക്കെയാണ് ശുശ്രൂഷ? അല്ല. ചിലർ ഇന്നത്തെ ശുശ്രൂഷ കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ക്ഷീണമാണെന്നൊക്കെ പറയും. ഞാനത് കഴിഞ്ഞ ഒരു വോയിസിലൊക്കെ ഇട്ടിട്ടുണ്ട്. അത് ജഡത്തിൻ്റെ ആരാധനയാണ്. അത് ആരാധനയാണോ ശുശ്രൂഷ എന്ന് പറയുന്നത്? അല്ല ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുന്നതാണ് ശുശ്രൂഷ? ഇതൊന്നുമല്ല. കർത്താവ് ചെയ്ത ശുശ്രൂഷ എന്താ ശരിക്കും? വാട്ട് ഈസ് എന്താ പറയുക, അതിൻ്റെ ഇൻ്റർപ്രട്ടേഷൻ എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ നിർവചനം എന്താണ്? ആമേൻ. നമ്മുടെ ജനത്തിന് അറിയുമോ പുതിയ ഉടമ്പടിയുടെ, പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷ എന്തെന്ന്? പാസ്റ്റർ വരുന്നു, ഞായറാഴ്ച വരുന്നു, സങ്കീർത്തനം വായിക്കുന്നു, പ്രസംഗിക്കുന്നു, പ്രബോധിപ്പിക്കുന്നു, സ്തോത്രകാഴ്ച വിരിക്കുന്നു, ആശീർവാദം പറയുന്നു, കുറേ പേര് സാക്ഷി പറയുന്നു, ഇങ്ങനെയൊക്കെ കുറേ. അത് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പം പിന്നെ തഥൈവ. പിന്നെ അടുത്ത ഞായറാഴ്ച വരുമ്പോഴേക്കും അപ്പോൾ എന്തോ ഇതിനിടയ്ക്ക് ഇങ്ങനെ നമ്മളുടെ ഉപജീവനവും ലോകകാര്യങ്ങളായി നടന്നു ഇങ്ങനെ ഞായറാഴ്ച ഇങ്ങനെ പോയി എന്തൊക്കെയോ പറയണമെന്നൊക്കെയാണ് പലരുടെയും ചിന്ത. നമ്മളതിനെക്കുറിച്ചൊക്കെ വിശകലനം ചെയ്ത് നമുക്ക് കാണുമെന്ന് വെച്ചാൽ എന്നാൽ നാം അവരെ പഠിപ്പിക്കണം. ടീച്ച് ദ പീപ്പിൾ അബൌട്ട് ദ ന്യൂ കവനൻറ്റ് മിനിസ്ട്രി വിച്ച് ജീസസ് എസ്റ്റാബ്ലിഷ്ഡ് ദ ന്യൂ കവനൻറ്റ് ത്രൂ ഹിസ് ഡെത്ത്. ആമേൻ. ത്രൂ ഹിസ് ഡെത്ത്. യേശു തൻ്റെ ക്രൂശ് മരണത്തിൽ കൂടിയാണ് ഈ പുതിയ ഉടമ്പടി ചെയ്യുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നത്. ഹല്ലേലൂയ. പഴയ നിയമം എന്ന് പറയുമ്പോൾ അത് സ്ഥാപിച്ചത് രക്തം ചിന്തിയാണ്. പക്ഷേ ആ രക്തത്തിനൊരു വ്യത്യാസമുണ്ട്. മൃഗത്തിൻ്റെ രക്തമാണ്. പുറപ്പാട് 24:8 വേദഭാഗം നമ്മൾ വായിക്കുകയാണ്. അതിൽ കാണാം, അപ്പോൾ മോശ രക്തമെടുത്തു ജനത്തിൻ്റെ മേൽ തളിച്ചു. ഈ സകല വചനങ്ങളും ആധാരമാക്കി യഹോവ നിങ്ങളോട് ചെയ്തിരിക്കുന്ന നിയമത്തിൻ്റെ രക്തം ഇതാ എന്ന് പറഞ്ഞു. അപ്പോൾ ജനത്തിൻ്റെ മേൽ രക്തം തളിച്ചാണ് എന്ത് സ്ഥാപിച്ചത്? പഴയ നിയമം സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. ആമേൻ. അതുപോലെ തന്നെ പുതിയ നിയമം സ്ഥാപിച്ചതും രക്തം ചിന്തിയാണ്. പക്ഷെ അതിന് വ്യത്യാസമുണ്ട്. പഴയ നിയമത്തിൽ പഴയ ഉടമ്പടിയിൽ ഒരു പഴയ ഉടമ്പടിയാണത്. പുതിയത് വന്നതുകൊണ്ടാണല്ലോ അത് പഴയതെന്ന് പറയുന്നത്. പഴയത് നമ്മൾ ഉപയോഗിക്കാറില്ല, അപ്പോൾ പുതിയതല്ലേ. അപ്പോൾ പഴയതെന്ന് പറയുമ്പോൾ ഒരു പുതിയത് വന്നിട്ടുണ്ട്, പുതിയതെന്ന് പറയുമ്പോൾ പഴയത് ഉപയോഗിക്കുന്നില്ല. ന്യൂ ടെസ്റ്റ്മെൻറ്റ് പുതിയ ഉടമ്പടി സ്ഥാപിച്ചത് രക്തം ചിന്തിയാണ്. അത് മൃഗത്തിൻ്റെ രക്തമല്ല, യേശു തൻ്റെ സ്വന്തം രക്തത്താലാണ്. ലൂക്കോസ് സുവിശേഷം 22 20 വേദഭാഗത്ത് നമ്മൾ വായിക്കുമ്പോൾ കാണാം, ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എൻ്റെ രക്തത്തിലെ പുതിയ നിയമം ആകുന്നു. അപ്പോൾ പുതിയ നിയമത്തിലേക്കുള്ള എൻ്റെ രക്തമെന്ന് മത്തായി 26:9 29 വായിക്കുന്നുണ്ട്. അന്ത്യ അത്താഴ സമയത്ത് യേശു ശിഷ്യന്മാരോട് പറയുകയാണ്, ഇത് എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു. അപ്പോൾ ചരിത്രത്തിൽ പ്രധാനമായും നാം കാണുന്ന ഈ രണ്ട് നിയമങ്ങൾ, ഒന്ന് മൃഗത്തിൻ്റെ രക്തം ചിന്തി മോശയാൽ സ്ഥാപിക്കപ്പെട്ട പഴയ ഉടമ്പടി, അഥവാ പിതാവായ ദൈവം മോശയിൽ കൂടി ദൈവജനമാകുന്ന ഇസ്രായേലിനോട് സ്ഥാപിച്ചതാണ് പഴയ ഉടമ്പടി. അത് ദൈവവുമായിട്ടുള്ള ബന്ധമാണ്, ജനവുമായി. ഇടയിൽ മധ്യസ്ഥനായിട്ട് മോശ നിൽക്കുന്നു. അവിടെ ഒരു ഉടമ്പടി എന്ന് പറയുമ്പോൾ എന്താ? കവനൻ്റ്, ഉഭയ സമ്മതം. ക്രിസ്തീയ വിവാഹത്തിൽ അല്ലെങ്കിൽ വേർപെട്ട ദൈവജനത്തിൻ്റെ വിഭാഗത്തിൽ പ്രത്യേകാൽ നമുക്കറിയാം, കരങ്ങൾ പിടിച്ച് വധൂവരന്മാരെ
അതിൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന ദൈവദാസൻ ഉഭയസമ്മതം ചെയ്യിച്ച് അത് ചൊല്ലിക്കൊടുക്കുകയാണ്. എന്ന് പറയുമ്പോൾ ഈ 2 പേരും മരണത്താലല്ലാതെ മാറ്റപ്പെടാത്ത ഒരു ഉഭയസമ്മതമാണ് ചെയ്യുന്നത്. ഈ ഉഭയസമ്മതത്തിൽ ഈ 2 പേരിൽ ആരെങ്കിലും ഒരാൾ തെറ്റ് ചെയ്താൽ അല്ലെങ്കിൽ അത് വയലേറ്റ് ചെയ്താൽ ആ ഉഭയസമ്മതം അസാധുവായി പോകും. ഇതുപോലെ ചരിത്രത്തിൽ പ്രധാനമായും ദൈവത്തിൻ്റെ മനുഷ്യനോടുള്ള ഇടപെടലിൻ്റെ 3 കാലയളവുകളുണ്ട്. പ്രധാനമായിട്ട് there are 3 periods of God dealing with man in the history. The first thing, from Adam to Moses. റോമാ ലേഖനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ അത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 5-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വേദഭാഗത്ത് കാണാൻ സാധിക്കുന്നത്, അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു, ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. അപ്പോൾ 1-ാമത്തെ ഭാഗം, സിൻ കെയിം ബൈ വൺ മാൻ ആഡം, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ വന്നു. ദ ടെറിബിൾ പീരീഡ് ഓഫ് മിസ്റ്റേക്കൺ ഓഫ് ഡെത്ത്. സിൻ കെയിം ബൈ വൺ മാൻ ആഡം. പാപത്തിൻ്റെയും മരണത്തിൻ്റെയും ഭയാനകമായിട്ടുള്ള ഒരു കാലഘട്ടം. പ്രൈസ് ദി ലോർഡ്. 2-ാമത്തേത്, ഫ്രം മോസസ് ടു ക്രൈസ്റ്റ്. മോശ മുതൽ ക്രിസ്തു വരെയുള്ളതായ കാലഘട്ടം. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 10-11 വേദഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, എന്നാൽ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവരും ശാപത്തിന് കീഴാകുന്നു. ന്യായപ്രമാണത്തിൻ്റെ, മനസ്സിലായോ? ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും ചെയ്യുവാൻ തക്കവണ്ണം അതിൽ നിലനിൽക്കാത്തവനെല്ലാം ശപിക്കപ്പെട്ടവനാണ് എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്നാൽ ന്യായപ്രമാണത്താൽ ആരും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല എന്നത് സ്പഷ്ടം. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നല്ലോ ഉള്ളത്. അപ്പോൾ ന്യായപ്രമാണം ശാപത്തിൻ കീഴുള്ള പ്രമാണം ആയിരുന്നു, അല്ലേ? ഇനി ആ ന്യായപ്രമാണ നിമിത്തമായിട്ട് ആരും ആ ശാപത്തിൽ നിന്നും വരുന്നില്ല. അതാണ് പഴയ ഉടമ്പടി. അതിൽ നിന്നും രക്ഷപ്പെടാൻ ആർക്കും കഴിയുകയില്ല. പൗലോസ് അതിനെക്കുറിച്ച് വീണ്ടും പറയുകയാണ് റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ, ആകയാൽ എന്ത് നമുക്ക് വിശേഷതയുണ്ടോ? അശേഷമില്ല. യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ പാപത്തിന് കീഴാകുന്നു എന്ന് നാം മുമ്പേ തെളിയിച്ചുവല്ലോ. നീതിമാൻ ആരുമില്ല. 10-ാം വാക്യം, ഒരുത്തൻ പോലുമില്ല. ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനും ഇല്ല. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. ഹല്ലേലൂയ. എന്നിട്ട് അതിൽ പിന്നെയും പറയുകയാണ് 20-ാം വാക്യം, അതുകൊണ്ട് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവൻ്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്താൽ പാപത്തിൻ്റെ പരിജ്ഞാനം അത്രേ വരികയുള്ളൂ. അപ്പം ന്യായപ്രമാണത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് ആദം മുതൽ മോശ മുതൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടം വരെയുള്ള ആ കാലഘട്ടം. അതിനെക്കുറിച്ച് അതേ അധ്യായത്തിൽ 23-ാം വാക്യത്തിൽ പറയുമ്പോൾ ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്തു ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നിരിക്കുന്നു എന്ന് പൗലോസ് റോമാലേഖനത്തിൽ പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ന്യായപ്രമാണം ശാപത്തിന് കീഴുള്ള പ്രമാണമായിരുന്നു. അതിൽ നിലനിൽക്കാത്തവനല്ല ശപിക്കപ്പെട്ടവനാ. ന്യായപ്രമാണത്താൽ ആരും നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്തിന് വിശ്വാസമല്ല ആധാരം, അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും എന്നാണ് ന്യായപ്രമാണം പഠിപ്പിക്കുന്നത്. സോ ഹോൾ വേൾഡ് ഗിൽറ്റി ബിഫോർ ഗോഡ്. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. പഴയ നിയമത്തിൽ ന്യായപ്രമാണം പറയുന്നത് അനുസരിച്ച് ജീവിക്കാൻ ആർക്കും കഴിയുന്നതുമല്ലായിരുന്നു. അവരെല്ലാം നഷ്ടപ്പെട്ടു പോയി. ദ ലോങ് പീരീഡ് ഓഫ് ആഡം ടു മോസസ് ഈസ് ഓവർ ആൻഡ് ദ ഏജ് ഓഫ് ലോ ഈസ് ഓൾസോ ഓവർ. നൗ വി ആർ ഇൻ ദ ഏജ് ഓഫ് ദ ന്യൂ കവനൻറ്റ്. ആദാം മുതൽ മോശ വരെയുള്ള നീണ്ട യുഗം അവസാനിച്ചു. ന്യായപ്രമാണ യുഗവും അവസാനിച്ചു. അങ്ങനെ നാം ഇപ്പോൾ പുതിയ ഉടമ്പടി യുഗത്തിലാണ് ഇന്ന് നാം ജീവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തു മുതൽ ഇന്ന് വരെയുള്ള പ്രസൻറ്റ് കാലഘട്ടത്തെയാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് പുതിയ ഉടമ്പടിയിലാണ് നാം ഇപ്പോൾ ഉള്ളത്.
നൗ വി ആർ ഇൻ ദ ന്യൂ കവനൻറ്റ്. നാം ഇപ്പോൾ പുതിയ ഉടമ്പടിയുടെ മൂന്നാമത്തെ കാലഘട്ടമാകുന്ന പുതിയ ഉടമ്പടി, ന്യൂ കവനൻറ്റ്, അതിലാണ് ജീവിക്കുന്നത്. സോ ഡു യു നോ വാട്ട് ദ ന്യൂ കവനൻറ്റ്, ന്യൂ ടെസ്റ്റമെൻറ്റ് കവനൻറ്റ്, പുതിയ നിയമത്തിൻ്റെ ഉടമ്പടി എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാമോ? ഹല്ലേലൂയ. ഞാൻ ആ ഭാഗങ്ങളിലേക്ക് ഇന്ന് പകൽക്കാലം കടക്കുവാൻ സമയമില്ലാത്തതുകൊണ്ട് ഇത് നമുക്ക് തുടർന്ന് ചിന്തിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരട്ടെ. എന്നാൽ ഒരു വേദഭാഗം വായിച്ച് നിർത്താം. യിരെമ്യാവ് പ്രവചനം 31-ാം അധ്യായത്തിൻ്റെ 31 മുതൽ 34 വരെ വായിക്കുമ്പോൾ, ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദ ഗൃഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈക്ക് പിടിച്ച് മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെയല്ല. ഞാൻ അവർക്ക് ഭർത്താവായിരുന്നിട്ടും അവർ എൻ്റെ നിയമം ലംഘിച്ചു കളഞ്ഞു എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു. ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായിരിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ആമേൻ. ഇത് ഒരു പുതിയ നിയമം വരുന്ന കാലം വരുന്നു എന്ന് ദൈവം നമ്മോട്, ഇസ്രായേൽ ജനത്തോട്, യഹൂദ ജനത്തോട് അരുളി ചെയ്യുകയാണ്. അത് എബ്രായ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 12 വരെ വിശുദ്ധ പൗലോസ് കോട്ട് ചെയ്ത് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജീവിക്കുന്നത് ഒരു പുതിയ ഉടമ്പടിയുടെ സമയത്താണ്. അതുകൊണ്ട് നാം വി ആർ ദ ഏബിൾ മിനിസ്റ്റേഴ്സ് ഓഫ് ന്യൂ കവനൻറ്റ്, നാം പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷകന്മാർ ആണ്. ആകയാൽ ദൈവവുമായിട്ടുള്ള ഉടമ്പടി പ്രകാരം ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ പുതിയ നിയമത്തിൻ്റെ സമർത്ഥരായ ശുശ്രൂഷകന്മാരായി മുൻപോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അത് നമുക്ക് നല്ല ബോധ്യമുണ്ടാകട്ടെ. ഈ വചനങ്ങൾ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാ മാനവും മഹത്വവും ദൈവത്തിന് അർപ്പിക്കുന്നു. ഞാൻ MJ മാത്യു, വയനാട്ടിൽ നിന്നും ഏവർക്കും ഒരു സുപ്രഭാതം അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.